മാഫിയയെ പൂട്ടാൻ ദക്ഷിണേന്ത്യൻ പോലീസ് ഒന്നിക്കുന്നുവെന്ന് മനോജ് എബ്രഹാം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരളം മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഏകോപനം നടത്തും. ദക്ഷിണേന്ത്യൻ DGP-മാർ യോഗം ചേർന്നെന്ന് മനോജ് എബ്രഹാം പറഞ്ഞു. ദക്ഷിണേന്ത്യൻ DGP-മാരുടെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. മയക്കുമരുന്നും സിനിമകളിലെ അക്രമ സംഭവങ്ങളും അക്രമോത്സുകതയും നിയന്ത്രിക്കാനാണ് നടപടി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പോലീസ് സിനിമാ പ്രവർത്തകരുമായി ചർച്ച നടത്തുമെന്നും DGP മനോജ് എബ്രഹാം അറിയിച്ചു. സർ, ഇപ്പം മയക്കുമരുന്നിനെതിരെ ഡി-ഹണ്ട് തുടരുന്നുണ്ട്. അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു ശക്തമായ നടപടി കൂടി ആലോചിക്കുന്നുണ്ടോ പോലീസ്? കുറ്റകൃത്യങ്ങളുടെ ഒരു പഠനം നടത്തിയപ്പോൾ തന്നെ വലിയൊരു ശതമാനം കുറ്റകൃത്യങ്ങൾ ഈ ഡ്രഗ്സിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡ്രഗ്സിൻ്റെ വ്യാപനം ഇപ്പോഴത്തെ തലമുറയിൽ വളരെ കൂടുതലായിട്ടുണ്ട്, വളരെ കൂടുതൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് കുറേ കൂടുതൽ ക്രൈംസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രഗ്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഡി-ഹണ്ട് തുടങ്ങിയേക്കുന്നത്. ഇതിൻ്റെ മുമ്പിലോട്ട് പോയിട്ട് ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റിലും കൂട്ടാനുള്ള ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണമുള്ള ഈ ഒരു പ്രിവെൻറ്റീവ് ഡിഷൻ പിറ്റ് NDPS എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഏർപ്പെടുന്ന ആൾക്കാരെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്താനുള്ള ആ കാര്യങ്ങളും നമ്മൾ വളരെ കൂടുതൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് അയച്ചിട്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട CM തന്നെ ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് കൂടാനും എല്ലാവരോടും പദ്ധതി ഉണ്ടാക്കാൻ ആദ്യമേ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഡ്രഗ് വരുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ് ബേസ്ഡാണ്. അവിടെ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റുകളിലെ പോലീസുമായിട്ട് ചേർന്ന് എന്തെങ്കിലും അവിടെ സോഴ്സിൽ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും പോലീസ് ഒരുക്കുന്നുണ്ടോ? 2 ആഴ്ച മുമ്പേ അന്ന് ഒരു ഇന്റർ സ്റ്റേറ്റ് സദേൺ DGPസിൻ്റെ ഒരു കോൺഫറൻസ് വിളിച്ച് ബഹുമാനപ്പെട്ട DGPയും ഞങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് കോർഡിനേഷൻ വേണം. ഇതൊരു ഡേ ടു ഡേ കോർഡിനേഷൻ വേണം. മാത്രമേ ഇതൊരു ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടിയിട്ട് മാത്രമല്ല, ഒരു സ്റ്റേറ്റ് ഒരു 1-to-1 കോർഡിനേഷൻ ഒരു ഡെയിലി ബേസിസ് വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വാട്സപ്പ് ടീം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും. അപ്പോൾ ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സോഴ്സ് ബാംഗ്ലൂരിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പിടിക്കുന്ന ഒരു നടപടി. അപ്പോൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൺവിക്ഷൻ റേറ്റ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിലൊരു തടസ്സമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കെമിക്കൽ ലാബ് റിപ്പോർട്ട് വൈകുന്നതാണ്. 15 ദിവസം എന്നൊക്കെ ഉള്ളത് വൈകി പോകുന്നത്. അപ്പോൾ അതിൻ്റെ 3 ലാഭേ നമുക്കുള്ളൂ. അതെ, അത് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു സ്ട്രെങ്ത്തും ഇതിൻ്റെ മെഷീനറിയും ലേറ്റസ്റ്റ് എക്യുപ്മെൻ്റ് ആണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് കെമിക്കലി ടെസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് പിന്നെ നമ്പേഴ്സും ഉണ്ട്, കെമിക്കൽ എക്സ്പേർട്സിൻ്റെ നമ്പേഴ്സും കൂടുന്നു. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ FSLലും അത് ചെയ്യാനുള്ള നടപടിയും നമ്മൾ അത് മുമ്പിലോട്ട് കൊടുത്ത് ഗവൺമെൻറ്റിൽ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സാങ്ഷൻ ആകുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും. ഡ്രഗിൻ്റെ കൂട്ട് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് സിനിമകളിലെ വയലൻസ് ആണ്. ഇപ്പം മാർക്കോ പോലുള്ള സിനിമകൾ ഇറങ്ങി പോലീസിന് എന്തെങ്കിലും അതിനകത്ത് സജഷൻസോ അല്ലെങ്കിൽ പ്ലാനോ വല്ലതും ഉണ്ടോ? ഫിലിം, സോഷ്യൽ മീഡിയ, ഗെയിംസ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ യുവാക്കളെ കുറേ സ്വാധീനിച്ചിട്ട് വയലൻസ് കുറേ ഒരു പരിധി വരെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നുണ്ട്. ഫിലിംസിലുള്ള വയലൻസ് ഉണ്ട്. ഫിലിംസിലുള്ള ഒരു മാഫിയ പ്രവർത്തനം ഒരു കുറച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതല്ലാതെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയും കുറേ കാണിച്ച് സാധാരണ വില്ലനാണ്ട് ആൾ ഹീറോ ആകുന്ന ഒരു ചിത്രീകരണം കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ കുട്ടികളെ കുറേ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഇത് 3ഉം കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഫിലിം ഫെറ്റേണിറ്റി ആയിട്ട് തന്നെ ബഹുമാനപ്പെട്ട CM തന്നെ അഗ്രി ചെയ്തിട്ടുണ്ട്. ഒരു മീറ്റിംഗ് അവരായിട്ട് കൂടിയിട്ട് അത് ഡിസ്കസ് ചെയ്ത് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. കുറേ കൂടുതൽ ആൻറ്റി ഡ്രഗ് തീമിലും ആൻറ്റി വയലൻസ് തീമിലും ഒരു ഫിലിംസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഒരു റെസ്പോൺസിബിൾ ഫിലിംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട CM എത്രയും പെട്ടെന്ന് തന്നെ ആ മീറ്റിംഗ് വിളിക്കുന്ന അയക്കുന്ന നമുക്ക് ഈ വീഡിയോ ഗെയിംസ് ബാൻ ചെയ്യാനും വയലൻ്റായ വീഡിയോ ഗെയിംസ് ബാൻ ചെയ്യാനും ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ MHA ആയിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് അത് ഈ കൺട്രിയിൽ ബാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ കൂടുതൽ സോഷ്യൽ മീഡിയ അവരുടെ ഡ്രഗ് സെയിൽ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ പ്രൊമോഷന് വേണ്ടി കുറേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അനന്തകൃഷ്ണനാണ് മനോജ് എബ്രഹാമുമായി സംസാരിച്ചത്. രാജീവ്, കഴിഞ്ഞ 2 ആഴ്ചത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയ കൂടുതൽ ലഹരി വസ്തുക്കളും ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്ക് വിപണനത്തിന് വേണ്ടി എത്തിച്ചുള്ളത്. അപ്പം സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഏകോപനം എന്ന് പറയുമ്പോൾ ആ ഒരു വേര് നമുക്ക് അതിന്റെ റൂട്ടിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ചിട്ട് ഇവിടെ കേസുണ്ടാകുന്നത് അവിടെ നിന്ന് വരികയാണെങ്കിൽ അത് എവിടെ നിന്ന് എന്നുള്ളത് അന്വേഷിക്കുന്നതിൽ ഇങ്ങനെ പരസ്പരം ഒരു ഏകോപനം ഉണ്ടാകുന്നത് ഈ ലഹരി മാഫിയയുടെ ആ ഒരു ചെയിൻ കട്ട് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ വളരെ നല്ലൊരു നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ആർക്കും ഇത് നോക്കിയിരിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഭീഷണിയും വെല്ലുവിളിയുമാണ്. പ്രത്യേകിച്ചും കുട്ടികളെ ബാധിക്കുന്ന രീതിയിൽ, യുവജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ലഹരി പിടിമുറുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനന്തൻ, ഇത് ഇത്തരത്തിൽ ഉള്ള ഏകോപനം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ജാഗ്രതയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ചില പോസിറ്റീവ് സൈൻസ് കണ്ടു തുടങ്ങിയതായിട്ട് പോലീസ് പറയുന്നുണ്ടോ?
രാജീവ്, ഈ സമീപകാലത്ത് കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ച് കൗമാരക്കാർ ഇടപെടുന്ന അക്രമ സംഭവങ്ങൾ കൂടിയ ഒരു പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ ADGP മനോജ് എബ്രഹാമിൻ്റെ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചത്. അദ്ദേഹം ആ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്തു. ഇതിൽ രണ്ട് കാര്യങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഈ സമീപകാല അക്രമ സംഭവങ്ങൾ കൂടാനുള്ള, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും കൗമാരക്കാർക്കിടയിലും കൂടാനുള്ള പ്രധാന കാരണം ഒന്ന് മയക്കുമരുന്നാണ്, മറ്റൊന്ന് സിനിമ, സോഷ്യൽ മീഡിയ പോലുള്ള മേഖലകളിൽ നിന്നുള്ള വയലൻസ് ചിത്രീകരണങ്ങളാണ്. ഇത് രണ്ടും നിയന്ത്രിക്കാനുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. അതിൽ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കറിയാം, സമീപകാലത്തും ഒക്കെ ഒരുപാട് ഈ MDMA അടക്കമുള്ള ലഹരി പിടുത്തം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡീഹണ്ട് നടത്തുമ്പോഴും ഒരുപാട് കേസുകൾ ഡിറ്റക്ട് ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൂടുതലായിട്ടും കേരളത്തിൽ ഈ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇതൊരു കൺസംഷൻ സ്റ്റേറ്റ് ആണ്. ഈ കർണാടകയും ആന്ധ്രയും പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ സിന്തറ്റിക് ഡ്രഗ് കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ബംഗളൂരു, ഹൈദരാബാദ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. അവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളൊക്കെ തമ്പടിച്ചുകൊണ്ട് ഈ സിന്തറ്റിക് ഡ്രഗ് അവിടെ തന്നെ ഉണ്ടാക്കി കണ്ണികൾ മുഖേന കേരളത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നിരന്തരമായി കേരള പോലീസ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അവിടെയുള്ള സോഴ്സുകൾ നിയന്ത്രിക്കണം, അത് പൂട്ടിക്കെട്ടണം എന്നുള്ളത് കേരള പോലീസിൻ്റെ സമീപകാലത്ത് എടുത്തൊരു ഡിസിഷനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ ഏകോപനത്തിന് പോലീസ് ശ്രമിച്ചിരിക്കുന്നത്. അവിടെ നിന്നും വലിയ സഹകരണം കേരള പോലീസിന് ലഭിക്കുന്നു എന്നാണ് മനോജ് എബ്രഹാം പറഞ്ഞത്. അതിനൊപ്പം തന്നെ അതിൽ ഏറ്റവും ഗൗരവമായൊരു കാര്യം, സമീപകാലത്ത് കേരള പോലീസ് ഒരു പഠനം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ച അതിൽ ഏറ്റവും ഗൗരവമായ ഉള്ളൊരു സംഗതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ കൗമാരക്കാർക്കിടയിലുള്ള ഈ അക്രമത്തിന് കാരണം ലഹരി തന്നെയാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നേരത്തെ പീഹണ്ടൊക്കെ നടത്തിയതുപോലെ ഡ്രഗിന് എതിരെ ഡീഹണ്ട് എന്നുള്ളൊരു ഓപ്പറേഷൻ മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, സിനിമയിലെ വയലൻസ് കുറയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോകുന്നു. കാരണം അതും ഒരു കാരണമാണ്. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ ശ്രമിക്കാൻ പറ്റും? കാരണം ക്രിയാത്മകതയുടെ സർഗവാസനയുടെയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ പരമാവധി ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിരോധിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ഡ്രഗിനെതിരെയും വയലൻസിനെതിരെയും ഉള്ള തീമുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ കൂടി പ്രോത്സാഹിപ്പിക്കണം സിനിമാ മേഖല എന്നുള്ളൊരു ആശയമാണ് കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. അങ്ങനെ മുഖ്യമന്ത്രി ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരുടെ ഒരു യോഗം വിളിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വെച്ചത്. അതിനൊരു ഡേറ്റും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അപ്പോൾ സിനിമാ പ്രവർത്തകരും മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നിരുന്നുകൊണ്ട് കേരള പോലീസുമായിട്ടൊക്കെ സംസാരിച്ച് അത്തരം സിനിമകൾ, അതായത് ഡ്രഗിനെതിരെയും വയലൻസിനെതിരെയും സംസാരിക്കുന്ന സിനിമകൾ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരു നിലപാടിലേക്കാണ് കേരള പോലീസ് പോകുന്നത്. മറ്റൊന്ന്, ഈ ലാബുകളുടെ, നമ്മൾ ഇന്ന് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ചെയ്തൊരു വാർത്തയിലും കൃത്യമായി പറയുന്നുണ്ട്, ഈ സമീപകാലത്ത് മുൻപത്തെക്കാളും കൂടുതൽ സിന്തറ്റിക് ഡ്രഗുകൾ പിടിക്കുകയാണ്. ഈ സിന്തറ്റിക് ഡ്രഗുകൾ പിടിച്ചു കഴിഞ്ഞാലും അത് ലാബുകളിൽ പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു കൺവിക്ഷനിലേക്ക് അല്ലെങ്കിൽ കോടതിയിലെ ട്രയലിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് 3 കെമിക്കൽ ലാബുകളാണുള്ളത്. അവിടെ ആളില്ല, യന്ത്ര സംവിധാനങ്ങളില്ല. പല നൂറുകണക്കിന് കേസുകളാണ് ദിവസവും പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് ലഹരിയൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് കാലതാമസം ഈ ലാബുകളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് ഒരു പ്രപ്പോസൽ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. FSLന്റെ അടക്കം ലാബുകളുടെ ശേഷി കൂട്ടാനും അവിടുത്തെ ഈ കെമിക്കൽ എക്സാമിനേഴ്സിന്റെ എണ്ണം കൂട്ടാനും ഒക്കെയുള്ള ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമയിലെ അക്രമോത്സുകതയ്ക്കെതിരെയും മയക്കുമരുന്നിനെതിരെയും വലിയൊരു പ്ലാനാണ് ഇപ്പോൾ കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത്. അതാണ് ADGP ലോ ആൻഡ് ഓർഡർ മനോജ് എബ്രഹാം മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചത്. രാജീവ്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി സംയോജിച്ചുകൊണ്ട് ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്.